ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കോഴിക്കോട് പ്രോഗ്രാമിന് വന്നിട്ടാണുള്ളത്. അപ്പോൾ ഒരുപാട് കാലത്തിന് ശേഷമാണ് നമ്മളെല്ലാവരും കൂടി ഒന്ന് കൂടുന്നത്. അപ്പോൾ നമ്മളെ അമീർ, ഈ ട്രിപ്പിൻ്റെ അമീർ, ഈ പരിപാടിൻ്റെ സൂത്രധാരൻ ശ്രീമാൻ ഷാനു അവർകൾ എല്ലാവരും കൃത്യമായി ലിഫ്റ്റിൽ കയറിയില്ലെന്ന് ഉറപ്പുവരുത്തുന്നു. ഷാനു കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ കെൻസിൻ്റെ കൂട്ടുകാരുണ്ട്, കെൻസ് ഉണ്ട്, പിന്നെ ബാസിൽ അവർകളുണ്ട്, അച്ചു അവർകളുണ്ട്. വൈഫ് വന്നിട്ടില്ല? ഇല്ല. അപ്പൊ വില എന്താ വെച്ചാല് റിസ്ക്കുള്ള പരിപാടിക്ക് വൈഫുമാരെ കൊണ്ടുവരാതെ വരും കേട്ടോ. രണ്ടാളെ ആ പരിപാടി സീനാവും. അവിടേക്കൊന്നും നിങ്ങളെ കൊണ്ടുപോകാൻ പറ്റില്ല. Why this behavior? Why can't you know that flow? Why can't you understand where we are going? ഇന്നോ? ഇന്ന് കോപ്പറേറ്റ് ഒക്കെ അടിച്ചു വിടും. എടുത്തുണ്ട്, നമ്മളെടുത്തണോ ഓരോ വിഷയം? സ്ട്രൈക്ക് വരി. അപ്പൊ നമുക്ക് ഇവിടെ ഒരുപാട് ആൾക്കാരെ പെയിന്റിംഗ് ഒക്കെ കാണട്ടോ. സൽമാന്റെ അടുത്താ. താങ്ക് യു. പേരെന്താണ്? ഫാത്തിമ. എവിടെ? ഒറ്റക്കുള്ളോ? ഓക്കെ, കാണാട്ടാ. താങ്ക്സ് ഏട്ടാ. ബൈ ബൈ. ബാ. വണ്ടി എടുത്തോ വണ്ടി എടുക്കടാ. എല്ലാരും സ്റ്റൈലാക്കി ഇടന്നാല്. കുറച്ച് വെള്ളം. ഇത് തണുത്തോളാ. ചെറുക്കന്മാരൊച്ചമണിണ്ടാ കണ്ടത്. സോറി, കോരിച്ചൊരിഞ്ഞ മയക്ക് നമ്പർ പ്ലേറ്റ് ഒന്ന് ചാടിപ്പോയി. ഫ്രണ്ട് താരം എംബിടിക്ക് അയച്ചു കൊടുക്കരുത്. നമ്പർ പ്ലേറ്റ് പറഞ്ഞ ഉള്ളിലുണ്ട്. അതിങ്ങനെ തന്നെയാ. നിർത്തേ, നമ്മൾ പരിപാടിക്കണ്ടേ. വിളിക്കാം. വണ്ടി അവിടെ എത്തിയിട്ട് നമ്മൾ തന്നെ ഒന്ന് പാർക്ക് ചെയ്താൽ മതി. അടിയിൽ അവിടെ നമ്മൾ ആളെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഷാനോ. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മള് സൈഡിലൊരു കുളം കണ്ടിട്ടോ ഇവിടെ വന്നപ്പോ. അലമ്പാവുന്ന പടച്ചോം കൂടുതൽ മഴ തന്നെ പരീക്ഷിക്കാതിരിക്കട്ടെ. ആമീൻ. അല്ല, ഒരു സ്റ്റേജിന്റെ അടുത്ത് തന്നെ. ഇനി ഇപ്പൊ മാളിക്കോണ ഇതിലൊക്കെ പോണട്ടോ. കൊറേ നമ്മള് പോയിട്ട് നേരോട്ടോ. എല്ലാം ഉണ്ട് അവിടെ. എന്തോ ഒരു അമ്പലം പോലെ വരുന്ന മേലെ. എടാ, പക്ഷെ കറക്റ്റ് അമ്പലമാണല്ലോ അവിടെ ഉണ്ടാക്കണേ. എന്താ അറിയില്ല. അപ്പൊ നമ്മള് മുമ്പ് എന്നാ ഹൈലൈറ്റ് പരിപാടിക്ക് പോയത്? കൊറേ ആയില്ലേ? സോ ഇറ്റ്സ് ബീൻ എ വൈൽ. ബ്ലോക്ക് ഉണ്ട്. അപ്പൊ നമുക്ക് ചെറിയ ബ്ലോക്ക് കിട്ടിയിട്ടുണ്ട്. സൽമാൻ ക്യാമറയൊക്കെ പുറത്തേക്ക് എടുക്കുമ്പോൾ ആൾക്കാർ എഴുതേ ഇന്ത്യ വിഷന്റെ ടീമാണ് ഇത്. ഇന്ത്യ വിഷപ്പില്ലല്ലോ. അപ്പൊ സുഹൃത്തുക്കളെ, ഞാൻ ഇവർക്ക് ഒരു വമ്പന ഓഫർ കൊടുത്തിട്ടുണ്ടാ.
ഇപ്രാവശ്യം RCB കപ്പടിച്ചാല് എല്ലാവർക്കും ഒരു ഫുഡിന്റെ വക. ഇപ്രാവശ്യം നമ്മൾ അത്രയും അതിനു വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. ഇതാട്ടോ ചെന്നൈന്റെ ഡൈഹാർഡ് ഫാനാണ് ഷാനു. ചെന്നൈ ലീഗ് തുടങ്ങിയപ്പോൾ തന്നെ പുറം പോയിക്കണം, 4 കഴിഞ്ഞപ്പോൾ തന്നെ. ഇപ്പോഴും ലീഗ് കഴിയാൻ നേരത്തെ പ്രതീക്ഷയോടെ പ്ലേ ഓഫ് കിട്ടൂലെങ്കിലും ആരോടും കളി ഗുജറാത്തിനോട്, അപ്പൊ ഞങ്ങൾക്ക് മെച്ചം. അപ്പൊ നിങ്ങളിന്ന് ജയിക്കണം, നമ്മളിന്ന് ചെന്നൈ. അല്ലെങ്കിലും ചെന്നൈ എന്നുള്ള ഒരു ടീമിനോട് എനിക്കുള്ള ഒരു സ്നേഹം. ഓൻ അങ്ങോട്ട് വീഡിയോ എടുക്കും, ഓന്റെ വീഡിയോ അങ്ങോട്ട് എടുക്കുക. ഹായ്, ഞങ്ങളോട് കളി, ഞങ്ങൾ രണ്ടുപേരോട് കളിക്കാൻ ആരുണ്ടാ? ഞാൻ ഇറ്റ്സ് ഓക്കെ അല്ലെങ്കിലോ? ഇറ്റ്സ് നോട്ട് ഓക്കെ. ബാസിൽ നോക്കട്ടോ, ആരാണ് മുമ്പ് ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട്, അതാണ് നമുക്ക് കാണിച്ചിരുന്നത്. ഓനോന്റെ പഴയ ഫോട്ടോ കാണിച്ചിട്ടുണ്ടോ? നമ്മളെ ചെക്കന്മാരനാണ് എല്ലാരും. മാഷാ അല്ലാഹ്, അള്ളാഹു ഇന്നും നമുക്ക് കയറും ബർക്കത്തും തെരുമാറാവട്ടെ. അപ്പം ഇത് കഴിഞ്ഞ് 26-ന്, അതായത് നാളെ, ഇന്ന് ഈ ബ്ലോഗ് അപ്ലോഡ് ആവുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നാളെ നമുക്കുള്ള പരിപാടി തിരൂരാണ് കേട്ടോ. അപ്പം ലഹരി വിരുദ്ധ കേരളം, അതിനെതിരെ കായിക മന്ത്രി നടത്തുന്ന പരിപാടിയിൽ നമ്മൾ അതിഥിയായി പോകുന്നുണ്ട്. അപ്പോൾ അത് വളരെ എന്നെ സംബന്ധിച്ച് എനിക്കൊരു വലിയൊരു അച്ചീവ്മെന്റ് തന്നെയാണ് ആ ഒരു പരിപാടി. സോ ഞാൻ അറ്റൻഡ് ചെയ്യണ എത്രാമത്തെയോ സർക്കാർ പരിപാടിയോ, അതിന് മുമ്പ് ഞാൻ കുറേ പരിപാടിയിൽ അറ്റൻഡ് ചെയ്തിരിക്കണേ. ഇതൊക്കെ എല്ലാരും നാളെ വരണം എന്ന് പറഞ്ഞിട്ട് വ്ളോഗ് 28-ാം തീയതി ഇങ്ങനെ കയറും. അപ്പൊ എന്തായാലും ഞങ്ങള് ഇനി ഇവിടെ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണിച്ചത്. അപ്പൊ എന്താ വെച്ചാല് മാളിന്റെ ഉള്ളിലാണ് ഞാൻ ഒരു പരിപാടിക്ക് പോവാണ്. അപ്പൊ എനിക്ക് നേരിട്ട് ഇറങ്ങിയാണ്ട് വർത്താനം പറയാനും വീഡിയോ എടുക്കാനും കഴിയുമെന്ന് എനിക്ക് തോന്നണില്ല. പക്ഷെ സൽമാന് പറ്റുന്ന പോലെ സൽമാൻ എല്ലാ ഫ്രെയിമുകളും ഭംഗിയാക്കി നിങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ചു തരുന്നതായിരിക്കും. ഈ ഒരു പരിപാടിക്ക് എത്താത്തവർക്ക് പരിപാടിക്ക് എത്തുന്ന രീതിയിലുള്ള ഒരു ഫീല് കൊടുക്കുന്ന പരിപാടിയാവും ഉണ്ടാവുക എന്നുള്ളതാണ് സൽമാനിലും ഞാൻ പ്രതീക്ഷിക്കുന്നത്. നമുക്ക് പ്രതീക്ഷിച്ചൂടെ? ഒരു ചങ്ങായി വിളിച്ചണ്ടേ, നിങ്ങൾ ഐക്രോസ് ഇവിടെ ഉണ്ടല്ലോ, നിങ്ങളെവിടെ? ഞാൻ പറഞ്ഞേ ജട വൃത്തിക്കോ, ഐക്രോസിന്റെ പേരിലാണ്, ഞാൻ ഡിസൈറിലാണ് പോകുന്നത്. ആ ആൾക്കാർ ഓരോരോ നമ്പറുകളെ ഐക്രോസ് അവിടെ കേൾക്കാതെ കിടക്കുന്നുണ്ട് പേരില് എല്ലാ മയത്തും. ഷാനു വ്ളോഗ് തുടങ്ങിയപ്പോ വ്ളോഗ് ഓഫ് ആക്കാൻ കാത്തിക്കണം, കാരണം എന്തോ പറയാണ്ട് ഷാനുവിന്. അപ്പൊ നമുക്ക് എന്താണ് ഷാനുവിന് പറയാനുള്ളത് വെച്ചാൽ വ്ളോഗ് ഓഫ് ആക്കിയിട്ട് നമുക്ക് നോക്കാം. അവിടെ എത്തിയിട്ട് എന്തായാലും കാണാം. അപ്പൊ സുഹൃത്തുക്കളെ, മാളിലേക്ക് പോകാൻ ഒരുങ്ങി നിൽക്കുകയാണ്. നല്ല തിരക്ക് കാണുന്ന പോലെ. തിരക്കല്ല, അപ്പൊ ഓട്ടോറിക്ഷയിലൊക്കെ ആൾക്കാർ ഇറങ്ങണ്ട്. ഞായറാഴ്ച കൂടിയാണ്, പരിപാടി മഴ ചെയ്തിട്ടില്ല. കാണില്ലല്ലേ? ഇല്ല എത്ര ഇദ്ദേഹം കിട്ടിയിട്ടില്ല. ഞാൻ പോയി, വ്ളോഗ് കിട്ടിയിട്ടില്ല. എന്താ ബ്ലോക്കല്ലേ? അപ്പോൾ സുഹൃത്തുക്കളെ, ഇന്ന് ഞാനിവിടെ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കണം എന്താ വെച്ചാൽ, വീട്ടിൽ വെറുതെ ഇരിക്കണ ഇമ്മമാരെയൊക്കെ ഗതിയെടുത്ത് ഇങ്ങോട്ട് പോരണം എന്ന് പറഞ്ഞ എൻ്റെ പ്രിയപ്പെട്ട യൂട്യൂബ് പ്രേക്ഷകരാണ്. അപ്പോൾ കുറേ കുട്ടികൾ അങ്ങനെ ഉണ്ടാവും കേട്ടോ. അങ്ങനെ ഗതിയെട്ട് പെരക്കാർ വിളിച്ച് ശല്യപ്പെടുത്തിയിട്ട് കൊടുക്കുന്ന കുട്ടികൾ, ഇമ്മമാരും കുട്ടികളും ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാട്ടോ. മിക്കവാറും അങ്ങനെ വരിക. കുറേ ഇപ്പമാരൊക്കെ എന്നെ പിതാക്കി കൊണ്ടുണ്ടാവും. മക്കളെ കാണാൻ പറ്റാത്തവരുണ്ടാവും, ഫോട്ടോ എടുക്കാൻ പറ്റാത്തവരുണ്ടാവും. ടൈം എടുക്കും ആ വണ്ടി മുമ്പ് ഫോട്ടോ എടുക്കാനാ? എടുത്തോളേ. എനിക്ക് കയറണം. ചീത്തട്ടോ.
എനിക്ക് പരിപാടിക്കാരുടെ ചീത്തട്ടോ മുത്തേ, സോറി, ക്ഷമിക്കണം. ഹായ്, ഒന്നും തോന്നരുത്, എനിക്ക് ഒന്നിനോടൊന്നും തോന്നരുത്, ഞാൻ അതിൽ പങ്കുവെക്കല. മുത്തേ വേടിക്ക്, എനിക്ക് അവിടുന്ന് ചീത്തട്ടോ എടുക്കുന്നത്. ഹായ് മുത്തേ, സുഖം. ഓക്കെ ബ്രോ. എടാ അവിടുന്ന് എടുക്കാട്ടോ, അവിടുന്ന് എടുക്കാം. മനസ്സിലായി, ഞാൻ ഇവിടെ ഇറങ്ങി നടന്നാലോ? മൈക്ക് പോയി നോക്കാം. അപ്പൊ നമ്മളിവിടെ ഏകദേശം എത്തിയിരിക്കുന്നു. വൈഫ് മോളെ ഞങ്ങളോട് എത്തി. ഞാൻ വിളിക്കാം, തിരക്കിലാണ്. അങ്ങോട്ട് ഞങ്ങളെല്ലാം 4 ആളുള്ളൂ ബ്രോ. ചിന്ന പൊടിച്ചില്ല. ഇവിടെ കണ്ട ക്ലച്ച് കയറിട്ട് വേണം. എല്ലാരും ഉണ്ട്. ഓടലി ബാസില അച്ഛോ ബ്ലോഗ് 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 ബ്ലോഗ്
പ്രിയപ്പെട്ട കോഴിക്കോട് നമസ്കാരം. ഇന്നിവിടെ എത്തിച്ചേർന്ന എല്ലാവരോടും ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് കാണാൻ പറ്റുന്നത് 3 ഫ്ലോറിൽ ഇറങ്ങി നിൽക്കുന്ന ആൾക്കാരാണ്. സോ കുട്ടികളുണ്ട്, ഉമ്മമാരുണ്ട്, വലിയവരുണ്ട്, യൂത്ത് ഉണ്ട്, ചെക്കന്മാരുണ്ട്, ഗേൾസ് ഉണ്ട്, ബോയ്സ് ഉണ്ട്. സോ എല്ലാവരോടും ഇന്നത്തെ ഒരു ദിവസം നിങ്ങളെ തിരക്കുകൾ മാറ്റി വെച്ച് ഇന്നിവിടെ നമ്മുടെ പരിപാടിക്ക് വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ടെത്തിയത് ഈ മഴൻ്റെ ഇടയിലും തിരക്കിനിടയിലും ഞാൻ പോകുന്ന റൂട്ടിൽ മഴ വീട്ടിൽ കണ്ടു കാണുന്നുണ്ടായില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ദിവസം കോരിച്ചെടുക്കുന്ന മഴ പുറത്തുണ്ടായിരുന്നു. അതൊന്നും ഭഗവാന്മാരിൽ നിന്ന് എത്തിയത് നിങ്ങൾ ഓരോരുത്തരുമാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇവരെനിക്ക് താങ്ക്സ് പറഞ്ഞതിന് മുന്നേ ഞാൻ നിങ്ങളോട് എല്ലാവരോടും താങ്ക്സ് പറയുന്നു. സോ പറഞ്ഞ സ്ഥിതിക്ക് എന്തായാലും ഒരു പാട്ട് പാടാം. ഓക്കെ, ഏത് പ്രാവശ്യം പറഞ്ഞു, കാരണം ഞാൻ അത്രയും വരുന്നൊരു സ്ഥലമാണ്, ഞാൻ അത്രയും വരുന്ന പ്ലേസാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ എൻ്റെ കോൺഫിഡൻസ് എല്ലാം കാണുന്ന ഒരു പ്ലേസാണ്. ലവ്ലി പ്ലേസാണ് എല്ലാവരും. ഇപ്പം ഞാൻ അത്രത്തോളം എനിക്ക് സ്നേഹത്തിൽ കാണിക്കാൻ നിൽക്കത്തില്ല, ഞാൻ പറയുന്നില്ല. സോ വെറും ലവ്ലി. അപ്പോൾ നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോയാലോ? ഓക്കെ, സോ നമുക്കൊന്ന് മെസ്സറൈസ് ആവാൻ പോവാം. We are moving on to the next music. കയ്യിലെടുത്ത് സജിനിയുടെ ഞാൻ ഹൈലൈറ്റില് പരിപാടിയിലാ. ഹലോ, വ്ലോഗ് എടുത്തോണ്ടിരിക്കും. ഈ എവിടെ ഉണ്ടോ ഇവിടെ? ആദ്യം സീൽ സേഫ്റ്റി, അതായത് അവിടെ ചെല്ലുമ്പോൾ എനിക്കെന്താ പറ്റുമോ എന്നുള്ളതാണ് ആദ്യം നോക്കുന്നത്. ഓക്കെ, സീൽ സേഫ് ആണെങ്കിൽ എഴുതുക. എന്നിട്ട് ആൾ തട്ടി പിടിച്ച് നോക്കുക. എങ്ങനെ തട്ടി പിടിച്ച് നോക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ആളെടുത്ത് പോയി ഷോൾഡറിൽ തട്ടി പിടിച്ച് നോക്കുക. ഹലോ സർ, ഹലോ ഹലോ, തട്ടി പിടിച്ച് നോക്കുക. ഓക്കെ, തട്ടി വിളിച്ച് നോക്കുമ്പോ ഇയാൾ കണ്ണ് ഇല്ല, മൈക്കൊക്കെ വണ്ടിയിലാണ്. തട്ടി വിളിച്ച് നോക്കുമ്പോൾ ഒന്നുകിൽ ഇയാൾ ശബ്ദം കാട്ടും, അല്ലെങ്കിൽ ശ്വാസം എടുക്കില്ല. അങ്ങനെയാണെങ്കിൽ ചെയ്യേണ്ട ആവശ്യമില്ല. ആദ്യം ചെയ്യേണ്ടത് ആള് ബോധം ഉണ്ടെങ്കിൽ, കൈകാലം അടക്കുന്നുണ്ട്, ശ്വാസം എടുക്കുന്നുണ്ടെങ്കിൽ രണ്ട് കാല് ഓണത്തിൽ ആരെങ്കിലും ഉണ്ടോ? ഓണത്തിൽ
എന്താ പറഞ്ഞു? റൈറ്റ് അല്ല. ഏത് ക്ലാസ്സിലാണ് പഠിക്കണം? ഒരു നല്ല കൈയടി. അപ്പൊ സെന്ററിൽ നമ്മുടെ കൈ വെക്കുന്നത്. ഓക്കെ, സെന്ററിൽ കൈ വെച്ചു. സെന്ററിൽ കൈ വെക്കുക. ഇങ്ങനെ ഈ സൈഡിലിരിക്കുക. സൈഡിലിരുന്നിട്ട് ഒരു കൈ സെന്ററിൽ വെക്കുക, മറ്റേ കൈ ലോക്ക് ചെയ്യുക. ലോക്ക് ഇങ്ങനെ പിടിക്കുക. സെന്ററിൽ ഈ ഭാഗത്ത് ഹീൽ അത് സെന്ററിൽ വരും. പെർഫെക്റ്റ്. ഓക്കെ, നിങ്ങളുടെ ഒരു മിനിറ്റിലാണ്. അപ്പൊ എങ്ങനെയാണ് ഞാൻ പറയാം? 1 2 3 4 5 6 7 ടീഷർട്ട് കൊടുക്കണം കേട്ടോ. വിയർത്തൊലിക്കണ്ട് അത് ഞാന് നിങ്ങളുണ്ട് ഒരു കാരണവശാലും നമ്മളിത് okay, all right. Thank you for coming. Thank you for coming. All right. One more person. വേണം പറ്റി നോക്കുമ്പോൾ ഞാൻ രക്ഷിക്കാനുണ്ടാവില്ല. അപ്പൊ പഠിച്ച് രക്ഷപ്പെടും. ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സാണ്. അപ്പൊ എങ്ങനെ CPR കൊടുക്കാതെ എവിടെ കറക്റ്റ് കൊടുക്കാം. ഇത്രയും ആൾ നമ്മൾ ഉണ്ടായിട്ടും എനിക്ക് പോലും അറിയില്ല എവിടെ CPR കൊടുക്കണം. അപ്പൊ ഇവിടുന്ന് ഒരു ചെറുത് പാവാണ് പറഞ്ഞത് സെന്ററിൽ കൊടുക്കണം. അപ്പൊ ആ കുട്ടി നമ്മൾക്ക് പറഞ്ഞതാണ് സെന്ററിൽ കൊടുക്കണം CPR. അപ്പൊ നമ്മൾ ഇത്രയും ഏജ് ആയിട്ടും അല്ല നമ്മൾ ഇത്രയും മെച്ചോർഡ് ആയിട്ടുള്ള ആൾക്കാരായിട്ടും നമ്മളെ കൂടെ ഉള്ള ഒരു കൂട്ടുകാരനുണ്ടെങ്കിലും ഒരു പെട്ടെന്നുള്ള സാഹചര്യത്തിൽ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. കേക്ക് ഫോട്ടോ എടുക്കേ കൂടുതലൊന്നും ഒന്നും പറ്റിക്കഴിഞ്ഞാൽ ചെയ്യില്ല. ഒരു ഫോട്ടോ എടുക്കും ബ്രോ. വാ ബ്രോ കൂടുതലല്ലാതെ കണ്ടോ ബ്രോ ഒന്ന് ശ്രദ്ധിച്ചിട്ട്. അപ്പം എനിക്കൊന്നും ഇവിടെ ഉള്ളതിനെക്കാട്ടിലും വ്യൂ ഉണ്ടാവും മുകളിലുള്ളതാണ്. അപ്പൊ എന്തായാലും ബാക്കി ഒരു പറഞ്ഞാൽ ശ്രദ്ധിക്കാം. എന്തായാലും എനിക്ക് 1-2 പാട്ടോടി പാടണം എനിക്ക് ആഗ്രഹമുണ്ട്. നമുക്ക് നടക്കുമോ നോക്കാം. ഓക്കെ ഓരോ സെക്കൻഡും നമ്മുടെ വിലപ്പെട്ടതാണ്. അതിൽ ഒരു സെക്കൻഡ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമുക്ക് ലൈഫ് സേവ് ചെയ്യാൻ പറ്റുവാണെങ്കിലോ നമുക്കൊരു ഡോക്ടർ ആണെന്നില്ല ഒരു ലൈഫ് സേവ് ചെയ്യാം. ബിക്കോസ്
പാടില്ല. എന്താ ചെയ്യേണ്ടത്? വെള്ളം പുറത്തെടുത്ത് 20 മിനിറ്റെങ്കിലും ജസ്റ്റ് ഇങ്ങനെ കൈ വെച്ചെടുത്താൽ പാടാം. 20 മിനിറ്റ് അത് ഇങ്ങോട്ട് വരെ. എന്താ ബാസില? ലിഫ്റ്റ് ക്ലോസ് ചെയ്യണം. കാർ എത്തിയില്ല. കാർ ഇവിടെ തന്നെയാ. മുന്നിൽ നമ്പർ പ്ലേറ്റ് ഇല്ല. കാർ ഇപ്പൊ ഒരു ഓടണം കേട്ടോ. ഓടണോ? ഒന്നോ. വാ 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 വാ. ഓയ് ഓയ് അഞ്ചാൾക്കാരുണ്ട്. മുത്തു 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 വിളിക്കും. മുത്തു ഒന്നിന്റെ അടുത്തോ? നേരത്തോ? അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ ഹൈലൈറ്റ് മാളിലെ പരിപാടി ഏകദേശം പുരോഗമിച്ചിരിക്കുന്നു. ഒരുപാട് ആൾക്കാർ വന്ന പരിപാടിയും 3 ഫ്ലോറിൽ നിറഞ്ഞു നിന്ന ആൾക്കാർ എന്ന പരിപാടിയും നിങ്ങൾ വിഷ്വൽസിൽ കണ്ടു കാണും. സോ സ്നേഹം നിറഞ്ഞ പരിപാടിക്ക് വന്ന എല്ലാവരോടും, നമ്മുടെ വ്ളോഗ് കാണലോടും പാട്ട് കേൾക്കണം എല്ലാവരോടും എൻ്റെ ഹൃദയം നിറഞ്ഞ് നന്ദി. കാരണം നിങ്ങൾ ആ പരിപാടിക്ക് വന്നുകൊണ്ടാണ് അത്രയും സൂപ്പർ പരിപാടി ആയത്. സോ ഈ ഒരു മഴ സഹിച്ചിട്ടും ഈ ഒരു ബ്ലോക്ക് സഹിച്ചിട്ടും നിങ്ങളിവിടെ എത്തി എന്നുള്ളതിൽ അൽഹംദുലില്ലാഹ് എനിക്ക് സന്തോഷം. നിങ്ങൾ കാണാൻ വന്നല്ലോ. അപ്പോൾ കുറേ പേരപ്പോൾ ഫോട്ടോ എടുക്കാൻ പറ്റി, കുറേ പേരപ്പോൾ എടുക്കാൻ പറ്റിയില്ല. ബൗൺസേഴ്സും എല്ലാവരും ഉണ്ടായി. നമുക്ക് പെട്ടെന്ന് ഒരു ലിമിറ്റഡ് ടൈമിലെ മാളിൽ നമുക്ക് നിൽക്കാൻ പറ്റുള്ളൂ. കഴിഞ്ഞ് നമ്മൾ തന്നെ പോകണം. അപ്പോൾ
അതുള്ളതുകൊണ്ടാണ് ഇങ്ങനെ പെട്ടെന്ന് പോരേണ്ടി വരേണ്ടി വന്നത്. സോ ഫോട്ടോ കിട്ടാത്തവരോട് ഞാൻ ക്ഷമ ചോദിക്കാൻ സോറി. ഇൻഷാല്ലാ നമുക്ക് വേറൊരു പരിപാടിയിൽ എന്തായാലും ഒരു ചെറിയൊരു പരിപാടിക്ക് വരുമ്പോൾ എന്തായാലും ഇൻഷാല്ലാ നമുക്ക് ഫോട്ടോസ് എടുക്കാം. ആശ്ചര്യം എന്ന് പറയട്ടെ, എൻ്റെ പരിപാടി കഴിഞ്ഞ സമയത്ത് ഇപ്പം ഈ ഹൈവേൻ്റെ പേരെന്താ? ബൈപ്പാസ്. ഇത് ബൈപ്പാസ് അവിടെ വരെ ഉണ്ട്. NH66 ഇത് ഓപ്പൺ ആയിട്ടില്ല. NH66 ഹൈവേയിലൂടെ ഇവർ ചെയ്തൊരു കാര്യം എന്താ വെച്ചാൽ NH കൂടെ ഓട്ടോറിക്ഷ കൊണ്ടുവരുന്നത്, ബൈക്ക് കൊണ്ടുവരുന്നത്, സ്കൂട്ടി കൊണ്ടുവരുന്നത് ഗവൺമെൻറ് നിർദ്ദേശം ഉണ്ടായിരുന്നു. പക്ഷേ സൈക്കിൾ പോകാൻ പാടില്ലെന്ന് ഗവൺമെൻറ് എവിടെയും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവർ വന്നത് ഈ ഒരു സൈക്കിൾ, ഇത് സൈക്കിൾ എന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോകും, ബൈക്ക് എന്ന് പറയാൻ ആയിട്ടില്ല, അങ്ങനത്തെ ഒരു വണ്ടിയാണ് ഈ ഒരു വണ്ടി. അപ്പോൾ ഈ ഒരു വണ്ടി ATBയിൽ വന്നതെന്ന് വെച്ചാൽ ആ ഹൈവേമ്മ കൂടി ഈ ചെങ്ങന്മാർ ബസ്സിൻ്റെ ലോറിൻ്റെ ഇടയിൽ കൂടെ വണ്ടീൻ്റെ ബാക്കിൽ പിടിച്ചിട്ടാണ് വന്നത്. പേര് മുഹമ്മദ് സ്വബാഹ്. അഫാം. അപ്പോൾ അഫാമും സ്വബാഹും വളരെ ബുദ്ധിമുട്ട് സഹിച്ചിട്ട് ഞങ്ങളൊപ്പം തന്നെ ഉണ്ടായിട്ടുണ്ടോ. കാരണം കുട്ടികൾ നമ്മളെ കാണാൻ വേണ്ടിയിട്ടാണ് ഹൈവേ കൂടെ വരുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കാറിൻ്റെ അടുത്ത് കൂടെ ആക്കിയിട്ട് പിന്നെ അവരോട് ലെഫ്റ്റിക്ക് ആക്കിയിട്ടാണ് അവരെ കൊണ്ടുപോയത്. സോ വൺസ് അഗെയിൻ സ്വബാഹിനോടും ആ പേരെന്താണ്, അഫാമിനോടും ഞങ്ങളെ ഹൃദയം നിറഞ്ഞ നന്ദി. കാരണം വളരെ ദുർഘടമായ പാതയിലൂടെ അത്രയും ഇനി അങ്ങനെ പോരുത് കേട്ടോ, വന്നിട്ടോ. അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഞാൻ ഏതൊരു ഹൈവേ അല്ലാത്ത ഭാഗത്ത് വരുന്നുണ്ട് ഇൻഷാല്ലാ. ചെങ്ങായി ഹൈവേമ്മ കൂടെ KSRTCൻ്റെ ഇടയിൽ കൂടെ വന്ന് ബസ്സാരെ കോണടിച്ച് ബസ്സാരൊക്കെ ഇങ്ങനെ നോക്കുക എന്താ പോണത്. ബസ്സാർ നിങ്ങളെ വണ്ടി ഇടിച്ചില്ലേ, നമ്മൾ റിവെഞ്ച് എടുത്ത് മുന്നിൽ കിട്ടാണ്. ട്രൂ ഫാൻഡാ. ഇപ്പം എനിക്കെന്തെങ്കിലും പറ്റീനി, പകമൊക്കെ വരും, പകമൊന്നും പറ്റിയില്ല അൽഹംദുലില്ലാ. അപ്പോൾ ഇവര് ഇങ്ങനത്തെ ട്രൂ ഫാൻസ് ആണ് നമ്മുടെ നിലനിൽപ്പ്, നമ്മുടെ ശക്തി എന്ന് പറയുന്നത്. അപ്പോൾ ബാസിൽ ഈ ഒരു വണ്ടി 2 റൗണ്ട് ഓടിക്കുകയാണ്. അപ്പോൾ അവർ ഹൈലൈറ്റ് മാളിൽ നിന്ന് ഇത്രയും കിലോമീറ്റർ യാത്ര ചെയ്തിട്ടാണ് നമ്മുടെ അടുത്ത് എത്തി കേട്ടോ. എത്രാം ക്ലാസ്സിൽ പഠിക്കുന്നു? ഞാൻ 9ലേക്ക്. ഓനും ഏത് സ്കൂൾ? ഗണപത് ബോയ്സ് ഒലീവ് സ്കൂൾ. അപ്പോൾ ആധുനിക കാലഘട്ടങ്ങളിലെ സ്കൂളിലാണ് കുട്ടികളൊക്കെ പഠിക്കുന്നതെന്ന് തോന്നുന്നു. സ്കൂൾ തുറക്കാനായില്ലേ? ഈ ഒരു മഴക്കാലത്ത് സ്കൂൾ പോകുന്നതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? സ്കൂൾ പൂട്ടിക്കുക, റെഡ് അലർട്ട് കൊടുക്കുക എല്ലാ ജില്ലക്കും. അപ്പൊ കുട്ടികൾ എന്താ പറയുന്നത്, കിട്ടുമ്പോൾ എല്ലാവർക്കും കിട്ടണം. ഇവര് സ്വാർത്ഥരല്ല, അവധി കൊടുക്കുമ്പോൾ ഗവൺമെന്റ് എല്ലാവർക്കും കൊടുക്കട്ടെ. സ്കൂൾ പൂട്ടിയിട്ട് റെഡ് അലേർട്ട് എല്ലാവർക്കും വ്യക്തമായി കൊടുത്ത് എല്ലാ ജില്ലക്കാർക്കും കൊടുക്കണം. ആമീൻ. ഷാനു നമ്പർ എഴുതിക്ക് ആവശ്യമുണ്ട്. 85 അമ്മേ ഇതിന് പറയണ്ട, ഡിസ്കൈ കാണ്ട്. പറട്ടെ, വിളിച്ചോട്ടെ. 85 920 04 013 സ്വബാഹ്. അപ്പൊ എന്താവശ്യമുണ്ടല്ലോ കോഴിക്കോട്, എന്താവശ്യം ഇമ്മാന്റെ നമ്പർ അല്ലല്ലോ, ഇപ്പാന്റെ അല്ലല്ലോ. അപ്പൊ എന്ത് കോഴിക്കോട് എന്താവശ്യം ഉണ്ടെങ്കിലും എല്ലാവരും സ്വഭാവമായിട്ട് ബന്ധപ്പെടാം. കോൾമി സ്വഭാവം എന്നുള്ള നമ്പറിൽ വിളിച്ചിട്ട് വിളിക്കുക. അപ്പൊ എന്തായാലും ചെക്കന് വരാനിരിക്കുന്നതിനെ കുറിച്ച് അറിവില്ലല്ലോ എന്താണെന്ന്. ചെറുക്കന്മാരെ സൈക്കിള് അപ്പൊ ഇനിയിവിടെ കുതിര വിട്ടാൽ സെക്യൂരിറ്റി ഞങ്ങൾ ആട്ടി വിടും. അപ്പൊ എന്തായാലും നമുക്ക് റൂമിലേക്ക് പോകാം. താങ്ക്സ് ഫോർ കമ്മിങ് ബ്രോ, താങ്ക്സ് ഫോർ കമ്മിങ്. ഒരു ഫോട്ടോ പൊളിക്കും. ഒരു ഫോട്ടോ നിങ്ങളെ പെടുത്തില്ലേ, ആരപ്പാന്ന് എടുക്കുക. ഇങ്ങോട്ട് വന്നാണി, ഇങ്ങോട്ടേക്ക്. ലോകത്തിലെ ഏറ്റവും സൂപ്പർ ക്ലബ് ഏതാ? ഫുട്ബോൾ ക്ലബ് റിയൽ മാഡ്രിഡ്. കുറെ ടീമുണ്ട്. റയൽ മാഡ്രിഡ്, യുണൈറ്റഡ്, ഇപ്പൊ അൽ നസ്ര. റൊണാൾഡോ ഇവിടെ കളിക്കുന്ന ഡൈ ഹാർഡ് ഫാൻ. വരാൻ പോണ അവസ്ഥ ഒരു സമാധാനമല്ല. എന്തായാലും സ്കൂൾ തുറക്കണ വരെ എൻഗേജ്ഡ് ആയി നിൽക്കും ഇൻഷാല്ലാ. അപ്പൊ ചെക്കനെ ഇതേ ഉഷാറിൽ എനിക്ക് ഇനിയും കാണാൻ പറ്റട്ടെ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇനി കാരണനെ കൊണ്ട് വിളിപ്പിച്ചു വ്ളോഗ് കട്ട് ചെയ്യുന്ന പറയുന്നത് കേട്ടോ. എനിക്കെന്താ ട്രെയിന്, എന്തൊക്കെ അറിയാന് എനിക്കെന്ത്. അവിടെ കിട്ടിയില്ല. കാരണം എന്താ വെച്ചാല് ഓല് ഈ ലോറിനെ പാസ് ചെയ്ത് വരുന്ന ഈ ഒരു രംഗം എന്ന് പറഞ്ഞാൽ സൂപ്പർ രംഗാണ്. അപ്പൊ അവിടുന്ന് നമുക്ക് എന്ത് ചെയ്യും, ഇവരെ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ആ ഒരു ദുർഘടമായ പാതയിലൂടെ ഒരു സഞ്ചരി അതിന്റെ നമ്പർ ഇതിലുണ്ടല്ലോ അല്ലേ. എന്നാ ഒന്നുകൂടി കൊടുത്തോ. 85 നാശത്തിലേക്കാണ് നീ പോകുന്നത്.
920 04 013 ഫോട്ടോ ഞമ്മളാ പറഞ്ഞൊന്ന് വിളിച്ചാ ഇപ്പൊ സേവ് ചെയ്ത ചല്ല ഇഞ്ഞ അത് മനസ്സിലാവില്ല. എന്താ ഈ എന്താ ചോദിച്ചോ? എന്താ ഫോട്ടോ എടുത്തിട്ട് ഓടും ഇടും ഇടും ഞാൻ എല്ലാം ഇടും. എടാ വ്ളോഗ് ഇട്ടില്ല എന്നിട്ട് അപ്പൊ സ്റ്റോറി അത് മൂട് ഞാൻ വിളിക്കൂല. എന്തിനാണ് ഷാനോ ആ സെക്കൻഡ് നോക്കിയൊക്കെ നല്ല കൂടൂലേ? കുറച്ചുകൂടി ഞാൻ എൻഗേജ്ഡ് ആവും. എന്നാ കാണാം ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും. ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാവട്ടെ. ബൈ ബൈ.